നൈറ്റ് ക്യാമ്പ് അടിച്ചാലാ, അതും കാടിനടുത്ത്. ഇതെവിടെയാണ്? ഒന്നുമില്ല, എവിടേക്കൊക്കെ പോകുന്നുണ്ട്. കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് എനിക്കൊന്നും കാണുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കിയാലും എന്തെങ്കിലുമൊക്കെ കാണും. എന്നാലും കുഴപ്പമില്ല. ഫുഡ് നമ്മൾ വാങ്ങി, നല്ല സൂപ്പർ. അതെ, ആദ്യം കുക്ക് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പിന്നെ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വയറ് കരയുന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു അൽഫാം മന്തി ഹാഫ് വാങ്ങി നമ്മൾ തോണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വിശപ്പിന്റെ കാടിൻ്റെ അനുസരിച്ച് ഒന്നെങ്കിൽ തോണിയിൽ നിന്ന് കഴിക്കും, അല്ലെങ്കിൽ എവിടെ എത്തിയിട്ട് കഴിക്കും. അതാണ് ഇപ്പൊ പ്ലാൻ. അടുത്ത അങ്ങോട്ടാണ്? അടുത്താണ് നേരെ പോവല്ലേ, കക്കയത്തേക്ക് പോലെ. കക്കയും വിട്. എന്റെ പൊന്നളിയാ, ക്രിസ്മസ് എങ്ങനെയുണ്ട്? ക്രിസ്മസ് അടിപൊളി. ഇത്രയ്ക്ക് അടിപൊളി ക്രിസ്മസ് ആയിട്ട് നീ ആഘോഷിച്ചിട്ടുണ്ടല്ലോ. കരോളല്ലാണ് പടക്കം പൊട്ടിച്ചോണ്ട് നാട് ചുറ്റും, ഞങ്ങളുടെ തോണിയുടെ നടുക്ക്, അത് കാട്ടില്. എങ്ങോട്ട് ദിക്കെവിടെയാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിന് വടക്കെവിടെ തെക്കെവിടെ എടുക്കേണ്ടി വരും? തെക്കോട്ട് കാട്ടുപന്നി ആനങ്ങ വരികയാണെങ്കിൽ. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ നടുപ്പുഴയിലാണ്. പിന്നെ നമ്മളൊരു കാട്ടിൽ മത്സ്യം വെച്ച് കയറുന്നൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഭാഗം തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. കാട്ടിലേക്ക് അങ്ങോട്ടൊക്കെ പോകും, വെള്ളത്തിൽ കൂടെ പോകത്തുള്ളൂ. എന്താണെങ്കിലും പകളാം. സ്റ്റെപ്പ് റോഡ് സെറ്റാക്കി. സെറ്റാണത്. ബലബേഷ് വെള്ളത്തിലേക്ക് പോയി. നമ്മുടെ സംഭവം സിമ്പിളായിട്ട് പഴയ ഒരു വിക്ടറി സൈൻ ഇട്ടേക്ക്. അതൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അല്ലാച്ചോ? അല്ല, മന്തി സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. പ്ലേറ്റ് 3 പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഞങ്ങൾ അൽഫാം വയ്ക്കാറാണ് അല്ലടാ, മറ്റേ പ്ലേറ്റിൽ റൈസും. അതാണ് ഇപ്പോൾ പ്ലാന്. നമ്മുടെ ടെൻറ്റിനകത്തുനിന്ന് കഴിക്കേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് തീരുമാനം എടുത്തു. കാരണം ഒന്നും സ്മെല്ലിൻ്റെ കാര്യം, പിന്നെ കിടന്ന് ഉറങ്ങുന്ന സ്ഥലം അല്ലടാ അച്ചോ, അതുകൊണ്ട് മാത്രം. ഒരു ചെറിയ സ്ലോപ്പുണ്ട് ഞങ്ങൾ വെച്ച ടെൻറ്റിന്. പിന്നെ സൂര്യൻ ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് ഉദിച്ച് വരുന്നത്. രാവിലത്തെ വ്യൂ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാണെങ്കിലും ക്യാമ്പ് ഫയർ സെറ്റപ്പ് നമ്മൾ പയ്യെ ഒഴിവാക്കി കേട്ടോ. പിന്നെ ഈ ചുറ്റുപാടും പുല്ലാണ്. എങ്ങാനും തീ പിടിച്ച് കയറിയാൽ ഞാനും അച്ചും നാളെ അൽഫാമാവും. അതുകൊണ്ട് ആ പരിപാടി ഞങ്ങൾ ഒഴിവാക്കി. മര്യാദയ്ക്ക് ഡീസൻ്റായിട്ട് ക്യാമ്പ് ഫയർ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു ടെൻ്റ് അടിച്ച് നാളെ രാവിലെ ആകുമ്പോൾ മര്യാദ എണീറ്റ് പോകും. അത്രമാത്രമേ ഉള്ളൂ അല്ലേ ചോ? നമ്മൾ തോണിയിലായിരുന്നെങ്കിൽ ഈ പ്രശ്നമല്ല ഏടാ. ഇല്ലടാ, തോണിന്ന് തോണിയിൽ വൃത്തിയിടാ. അതുകൊണ്ടാണ് നമ്മൾ തോണി കഴിക്കാണത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര സേഫാണ്. കാരണം ചുറ്റും വെള്ളമായതുകൊണ്ട് വേറൊരു മൃഗങ്ങളൊന്നും വന്ന് ശല്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇല്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല കേട്ടോ ചോ. കുഴപ്പമില്ല, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ടെൻറ്റിൽ കയറിട്ടാ. ഇനി രാവിലെ കാണാം അല്ലേ ചോ? ഗുഡ് നൈറ്റ്. Good night.